10th ലെവൽ തേർഡ് സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ്, ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ഷോർട്ടുഗായ് ആണ്. രണ്ടാമത്തേത്, ഒന്നാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി യൗദേയർ. മൂന്നാമത്തെയാണ്, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സാന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ദാമിൻ കോഹാണ്. നാലാമത്തെയാണ്, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ സൗമൻസൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി കണ്ണൂരാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി? അതിന് ആൻസർ ഓപ്ഷൻ ബി ഇ.പി. രാജഗോപാലൻ. 7, അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. 8ാമത്തെയാണ്, അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി? അതിന് ആൻസർ ഓപ്ഷൻ എ ഡൗസൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല ഏതാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെന്റ് ജോസഫ് പ്രസ് ആണ്. 11ആണ്, ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ്? ആൻസർ ബി ആണ് ആരവല്ലി പർവ്വതമാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സമ്പൂർണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ്? ഓപ്ഷൻ ബി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? അത് ഒന്നാമത്തെയാണ്, ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയായതാണ്. അടുത്തതാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ആണ്, ഇതൊരു ഉയർത്തപ്പെട്ട തീരസമതലമാണ്. അത് തെറ്റാണ്. മൂന്നാമത്തെയാണ്, തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. അത് ശരിയാണ്. നാലാമത്തെയാണ്, നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. അത് തെറ്റാണ്. അത് കിഴക്കൻ തീരസമതലമാകുമ്പോഴാണ് ഡെൽറ്റകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1, 3 ആണ് ശരി. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖല ഏതാണ്? അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സുവർണ ചതുഷ്കോണം. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ 4 പ്രധാന 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ കാവേരിയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ ഭാഗറാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി മൈക്കയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബങ്കറാണ്. അതിന്റെ ഓപ്ഷൻ സി ഖാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപങ്ങളെ അറിയപ്പെടുന്ന പേരാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പഴയ എക്കൽ നിക്ഷേപം ബങ്കറാണ്. 21ാമത്തെയാണ്, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. 22 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ്. 23 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യ വയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ അരുണ ആസഫ് അലിയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി 1913 ജാനുവരി 1 അത് ഫോം ചെയ്യുന്നത്.
25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ്? അത് ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപമാണ്. 27ാമത്തെയാണ്, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഏത്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ മണിപ്പൂരാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ബെൽഹാം സെഷൻ ആണ്. അത് 1924 ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് 1901 സെഷനിലാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അത് 32ാമത്തെ ആർട്ടിക്കിൾ ആണ് പറയുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് 86ാം ഭേദഗതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 34 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാരാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ എ ഗവർണറാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? അത് രാജസ്ഥാനിലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 36ാമത്തെയാണ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി 2005. 37 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. അത് ഓപ്ഷൻ ബി ആണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളാണ്. 38 അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? അത് ആൻസർ ഓപ്ഷൻ എ മാഡം ഭിക്കാജി കാമയാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? അത് ജാനുവരി 24, 1950. അത് ജനഗണമനയാണെന്നുണ്ടെങ്കിലും ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ചത് ഒരേ ഡേറ്റിൽ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 40 ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? അതാണ് കോ വാറണ്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 41ാമത്തേതാണ്, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ്, താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. രണ്ടാമത്തെയാണ്, നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാതയാണ്. മൂന്നാമത്തെയാണ്, കമ്പൻ ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് PSC തന്നിട്ടുള്ളത്. പിന്നെ 42ാമത്തെയാണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതില് ശരിയായ പ്രസ്താവന, ഫസ്റ്റത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിരുന്നു. അത് തെറ്റാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇപ്പൊ രണ്ടാമത്തെ നോക്കാം, ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. പിന്നെ 43ാമത്തെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ചിമ്മിണി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ആൻഡ് പത്തനംതിട്ടയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ PSC ഇതിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം എന്നതാണ്. ചിന്നാറും പെരിയാറും ആണ് കൊടുത്തിട്ടുള്ളത്. പെരിയാർ ഇടുക്കിയിലും പത്തനംതിട്ടയിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെയാണ്, തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. അത് രണ്ടാമത്തെ പ്രസ്താവനയാണ്, വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അത് ശരിയാണ്, രണ്ടാമത്തേത്. മൂന്നാമത്തെയാണ്, വയനാട് കർണാടകയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. അത് തെറ്റാണ്. വയനാട് കർണാടക തമിഴ്നാടുമായിട്ട്
ഇതിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് 44. അപ്പോൾ 44 ആൻസർ PSC കൊടുത്തിട്ടുള്ളത് 44 B ആണ്. 1ഉം 2ഉം ശരിയാണ് എന്നതാണ്. പക്ഷെ ഒന്നാമത്തേതിലാണെങ്കിൽ തൃശ്ശൂർ ജില്ലയല്ല, കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുമായി ചുറ്റപ്പെട്ട ജില്ല എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയാണ്. അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ PSC കൊടുത്തിട്ടുള്ളത് 1 and 2 ശരിയാണ് എന്നതാണ്. 45 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ. അത് ഓപ്ഷൻ എ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരാണ്. 46 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? അത് ഓപ്ഷൻ എ പാമ്പാടും ചോലയാണ്. 47 ക്വസ്റ്റ്യൻ ആണ്. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അത് ഒന്നാമത്തെ പ്രസ്താവനയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായതാണ്, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് അർജുന അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി വനിത. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 48 ക്വസ്റ്റ്യൻ ആണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതില് വിയ്യപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി നേടിയ ആദ്യത്തെ ചുണ്ടൻ വള്ളം, അത് തെറ്റാണ്. വിയ്യപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്, അതും തെറ്റാണ്. മൂന്നാമത്തെയാണ് 71ാം നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്, അത് ശരിയാണ്. അപ്പോൾ മൂന്നാമത്തെ മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, 3 മാത്രം ശരി. 49 ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ശാസ്താംകോട്ട തടാകമാണ്. 50 ക്വസ്റ്റ്യൻ ആണ്. 1972 ഇന്തോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയിട്ടുള്ളത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി നീണ്ടകരയാണ്. 51 ക്വസ്റ്റ്യൻ ആണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് വാഗൺ ട്രാജഡിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ്, അതും ശരിയാണ്. മൂന്നാമത്തെയാണ് കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു, അത് തെറ്റാണ്. നാലാമത്തെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം, അതും ശരി. അപ്പോൾ PSC കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ 1, 2, 4 ശരി എന്നതാണ്. 52 ക്വസ്റ്റ്യൻ ആണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ബാലസമുദായ പരിഷ്കരണ സഭ. 53 വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്, അത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 54 ക്വസ്റ്റ്യൻ ആണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനമാണ്, ഓപ്ഷൻ സി ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. 55 കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, ഓപ്ഷൻ സി ആണ് അയ്യങ്കാളിയാണ്. 56 വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അതിന്റെ ആൻസർ വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, ഓപ്ഷൻ ബി ആണ്. 57 താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവനയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ആപ്തവാക്യം, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് മതപരിവർത്തന രസവാദം എന്ന കൃതിയുടെ കർത്താവ്, അത് തെറ്റാണ്. മൂന്നാമത്തേതാണ് കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, അത് ശരിയാണ്. നാലാമത്തെയാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി, അതും ശരിയാണ്. അപ്പൊ 1, 3, 4 ശരി എന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ. 58 ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടനയാണ് ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനമാണ്. 59 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യമാണ്. 59 ആൻസർ ഡി അസർബൈജാനാണ്. 60 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണ്. ആൻസർ സി ആണ് AK ഗോപാലനാണ്.
61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത് എന്നതാണ്. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി, വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. 62ാമത്തെയാണ് ഡി എൻ എയിലുള്ളതും RNA യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ആണ്. ഓപ്ഷൻ ബി, തൈമിനാണ്. 63 നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? അത് ഓപ്ഷൻ ഡി ആണ്, ജീവകം സിയുടെ കുറവ് മൂലമാണ്. 64 പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H5N1. ഓപ്ഷൻ ബി ആണ് ആൻസർ. 65 ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? അത് ഓപ്ഷൻ എ, ഡിഫ്തീരിയക്കാണ്. 66 ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? അത് ഓപ്ഷൻ ബി, വെണ്ടയുടെയാണ്. 67 അശ്വമേധം പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? 67 ആൻസർ ഓപ്ഷൻ ഡി, കുഷ്ഠരോഗ നിർമ്മാർജ്ജനമാണ്. 68 സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ്? ഓപ്ഷൻ എ, സൈലന്റ് വാലിയാണ്. 69 ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഓപ്ഷൻ സി ആണ്. 70 റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയമാണ്? ഓപ്ഷൻ എ, DDT ആണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. അതാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ്. അപ്പൊ സിങ്കും HCl കൂടെ ആഡ് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ആണ് അവിടെ പുറത്തേക്ക് വരുന്ന വാതകം. പിന്നെ 73ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 74 ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്? 74 ആൻസർ ഓപ്ഷൻ സി, 18 ആണ്. 75 ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമാണ് വസ്തുവിന്റെ നിറം. ഓപ്ഷൻ ഡി ആണ്. ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും അതിന്റെ വലുപ്പമാണെങ്കിലും നീളമാണെങ്കിലും ഒക്കെ അതിന്റെ സ്വാഭാവിക ആവൃത്തിയെ, നാച്ചുറൽ ഫ്രീക്വൻസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നിറം മാത്രമാണ് സ്വാധീനിക്കാത്തത്. 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? അതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ, എപ്പോഴും തുല്യമാണ്. 77ാമത്തെയാണ്. ഒരു കലോറി എത്ര ജൂളാണ്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി, 4.2 ജൂളാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഊർജമാണ്. 79 ക്യാൻസർ ചികിത്സക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? ഓപ്ഷൻ എ, കൊബാൾട്ട് 60 ആണ്. 80ാമത്തെയാണ്. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? അത് ഓപ്ഷൻ എ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ് ആയിരിക്കും. ബാക്കി 20 ക്വസ്റ്റ്യൻ മാത്സ് ആണുള്ളത്. അത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു.